ശബരിമലയിലെ നെയ്യ് ക്രമക്കേടില്ലേ ഇതിൽ കൂടുതൽ അന്വേഷണത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നീക്കം നടത്തുന്നുണ്ട്. ക്രമക്കേടിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തും. മണ്ഡല മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് ദേവസ്വം ബോർഡ് യോഗവും ചേരുന്നുണ്ട്. നെയ്യ് ക്രമക്കേട് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നുമുണ്ട്. ചന്തു വിവരങ്ങളുമായിട്ടുണ്ട് നമുക്കൊപ്പം. ചന്തു, നെയ്യ് ക്രമക്കേട് അത് വലിയ തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഇതിൽ പ്രതിയായിട്ടുമുണ്ട്. ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗം അതുകൊണ്ട് തന്നെ വളരെ നിർണായകവുമാണ്. സേതുലക്ഷ്മി, പ്രധാനമായും ഈ ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് ദേവസ്വം ബോർഡ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ദേവസ്വം ബോർഡ് യോഗം അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. അതായത് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിജിലൻസ് റിപ്പോർട്ട്, ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡിന് ലഭിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസത്തെ ദേവസ്വം ബോർഡ് യോഗം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തുടരന്വേഷണം എന്ന ഒരു ഘട്ടത്തിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുന്നത്. ദേവസ്വം വിജിലൻസ് തന്നെയായിരിക്കും ഈ അന്വേഷണവും നടത്തുക. അതായത് നിലവിലെ ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെയോ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെയോ ഒന്നും ബാധിക്കാത്ത തരത്തിലുള്ള ഒരു അന്വേഷണം, ഒരു സമാന്തരമായ അന്വേഷണം ദേവസ്വം വിജിലൻസ് വീണ്ടും നടത്തും. ഒരു തുടരന്വേഷണം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇത് ദേവസ്വം വിജിലൻസ് ഈ അന്വേഷണം നടത്തുന്നത്. അതിൽ പ്രധാനമായും ദേവസ്വം വിജിലൻസ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ പങ്കാണ്. ഈ നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഈ നെയ് ശബരിമലയിൽ എത്തിയപ്പോൾ അളവിൽ വലിയ കുറവ് വന്ന് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഗുണനിലവാരമില്ലാത്ത നെയ്യാണ് അവിടെ എത്തിയതെന്നതടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്താണ്, ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ദേവസ്വം വിജിലൻസ് പരിശോധിക്കും. അതിൽ കുറച്ച് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസിൻ്റെയൊക്കെ നിരീക്ഷണത്തിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവർക്കെതിരെയൊക്കെ തെളിവ് ശേഖരിക്കുക, തെളിവ് ലഭിക്കുന്ന പക്ഷം കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത്. അക്കാര്യങ്ങളൊക്കെ ഇന്ന് ചേരുന്ന ബോർഡ് യോഗം ചർച്ച ചെയ്യും. ഇന്ന് പക്ഷേ ഈ നെയ്ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതിനല്ല ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത്. മണ്ഡല മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുക, അത് ചർച്ച ചെയ്യുക എന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ യോഗം. അതിന് മുന്നോടിയായി തന്നെ, അതായത് ദേവസ്വം ബോർഡ് യോഗത്തിന് മുന്നോടിയായി തന്നെ ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള ഹൈപ്പവർ കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗും ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അത് ഈ മണ്ഡല മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നത് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള ഉന്നതാധികാര സമിതി യോഗമാണ് ചേരുന്നത്. അതിനുശേഷമായിരിക്കും ദേവസ്വം ബോർഡ് യോഗം ചേരുക. സ്വാഭാവികമായിട്ടും ഈ നെയ്ക്രമക്കേട് ഇന്നത്തെ യോഗത്തിലും ചർച്ചയ്ക്ക് വരാനാണ് സാധ്യത.